Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് BCom 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് എക്സാം ഓറിയന്റഡ് കോച്ചിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങളാണ് മെജോറിറ്റി വന്നിട്ടുള്ള കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. 4 സെമസ്റ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ 5th സെമസ്റ്ററിന്റെ ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. എക്സാം നിങ്ങളുടെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. കോസ്റ്റ് അക്കൗണ്ടിങ് 2019 to 2023 അഡ്മിഷൻ പാർട്ട് എയിലെ 15 ചോദ്യങ്ങളിൽ നമ്പർ 1 കോസ്റ്റ് അക്കൗണ്ടിങ് നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞ ചോദ്യം. ദെൻ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോദ്യം, ഇൻഡയറക്ട് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോസ്റ്റ് സെന്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോഴ്സ് ലെഡ്ജർ പറഞ്ഞാണ്, മിനിമം ലെവൽ മെൻഷൻ ചെയ്ത ചോദ്യം, ഇതൊക്കെ ഇന്നലെ പറഞ്ഞാണ്. VD അനാലിസിസ്, ടൈം ബുക്കിംഗ്, അതുപോലെ തന്നെ ഓവർ ഹെഡ് എന്താണ്, അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്, കോസ്റ്റ് ഷീറ്റ് പറഞ്ഞു, എസ്കലേഷൻ ക്ലോസ് പറഞ്ഞാണ്, അബ്നോർമൽ പ്രോസസ് ലോസ് പറഞ്ഞാണ്, ദെൻ ZBB സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, വാരിയൻസ് അനാലിസിസ്, ഇതൊക്കെ ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് ഇന്നലെയാണ് ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പാർട്ട് ബിയില് ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞ ചോദ്യമാണ്. അതുപോലെ തന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ ചോദ്യമാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഷുവറായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റെപ്സ് ഇൻ മെറ്റീരിയൽ കൺട്രോൾ അതും പറഞ്ഞാണ്. ഈ 4 തിയറി ചോദ്യങ്ങളും. ദെൻ പ്രോബ്ലത്തിന്റെ ഡീറ്റെയിൽസിൽ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് മാക്സിമം ലെവൽ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞു മിനിമം ലെവൽ മാക്സിമം ലെവൽ ഇതിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടായിരിക്കും ഒരെണ്ണം. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പാസഞ്ചർ കിലോമീറ്റർ 10 കിലോമീറ്റർ അല്ലേ, ട്രാൻസ്പോർട്ട് കമ്പനി കീപ്സ് ലോറീസ് മീറ്ററിന്റെ ഒരു പ്രോബ്ലം, അതും ഞാൻ നിർബന്ധമായും പഠിക്കണം എക്സ്പെക്ട് ചെയ്യുന്നു പറഞ്ഞാണ് വന്നു. പിന്നെ ലേബറിൽ നിന്ന് റോവൻസ് പ്ലാൻ ആണ് വന്നിട്ടുള്ള, ഹാൽസയോ റോവനോ പ്രതീക്ഷിച്ചാണ്. പിന്നെ മെറ്റീരിയൽ ലിഫയാണോ വന്ന് അതും പറഞ്ഞാണ്. സോ പാർട്ട് ബിയുടെ ചോദ്യങ്ങൾ ഞാൻ ലേറ്റ് നൈറ്റിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ടൈം ഇല്ലാത്തതുകൊണ്ട്. ഞാൻ വീണ്ടും പറയണോ, എൻ്റെ ഫോൺ ഹാക്ക് ആയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ലേറ്റ് ആയ കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ മെൻഷൻ ചെയ്താണ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓവർ ഹെഡിൽ നിന്നാണ് ആദ്യത്തെ എസ്സേ വന്നിട്ടുള്ളത്. നമ്മൾ 4 എസ്സേക്ക് വേണ്ടിയിട്ടുള്ള സജഷൻസിൽ പറഞ്ഞൊരു എന്താണ് മെത്തേഡ് തന്നെയാണത്. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ആണ്. നമുക്ക് എന്തായാലും പ്രതീക്ഷിച്ചതാണ്. കോൺട്രാക്റ്റും പ്രോസസ്സും മാറി മാറി വരുന്ന, ചിലപ്പോൾ കോൺട്രാക്റ്റിൽ നിന്ന് പ്രോബ്ലം, പ്രോസസ്സിൽ നിന്ന് തിയറി ഞാൻ പറഞ്ഞാണ്. അതുപോലെ തന്നെ വന്നു കോൺട്രാക്റ്റിൽ നിന്ന് ഒരു പ്രോബ്ലം, പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ തിയറി, അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രോസസ്സും ജോബ് കോസ്റ്റിംഗ് നമ്മുടെ ഡിഫറൻസ്, പിന്നെ ബഡ്ജറ്റ് എന്താണ്, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ്. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ വന്നിട്ടുള്ളൊരു പേപ്പറായിരുന്നു. സോ കുട്ടികളൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇനി നെക്സ്റ്റ് ലോ പേപ്പർ ആണ്. അതുപോലെ തന്നെ അതിനുശേഷം QT പേപ്പർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.